ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു ടിപ്സാണ് പറയുന്നത്. തലമുടിക്ക് വേണ്ടിയിട്ടും താരൻ പോകാനും ചൊറിച്ചിലുണ്ടെങ്കിൽ ചൊറിച്ചിൽ നിൽക്കാനും ഉള്ള ഒരു നല്ലൊരു പ്രൊഡക്റ്റ്. അത് എൻ്റെ മകളുടെ പ്രൊഡക്റ്റാണ്. നമുക്ക് വീട്ടിലുള്ളവരെല്ലാവരും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവൾ ക്രിസ്ത്യൻ മർമ്മയിൽ പഠിച്ചിറങ്ങി കാലങ്ങളായി. അവൾ നല്ലൊരു ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പം അടുത്ത് ഇറങ്ങും. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ചെമ്പരത്തിപ്പൂവ് സൂര്യൻ്റെ വെയിലിൽ കുറച്ച് ദൂരെ വെച്ച് ചൂടാക്കി എടുത്ത ചെമ്പരത്തിപ്പൂവാണ് ഇത് തലയ്ക്ക് നല്ലതാണ്, മുടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലാക്ക് സീഡ്, ഉലുവ, ഫ്ലക്സ് സീഡ്, സോയാ സീഡ്, ഇത്രയും സീഡുകൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ചെമ്പരത്തിപ്പൂവ് തലമുടിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ വെയിലിൽ വെച്ചിട്ട് ഉണക്കി എടുത്തതാണ്. അത് കഴിഞ്ഞ് മുല്ലപ്പൂവും മുടിക്ക് നല്ലതാണ്. പിന്നെ ഒനിയൻ, അത് 2 എണ്ണം എടുക്കുക. ഒന്ന് ഇതിലിട്ട് തിളപ്പിക്കാനും ഒന്നിൻ്റെ നീര് അടിച്ചു വെച്ചിരിക്കാനും. ചട്ടി വയ്ക്കുക, ചൂടായി കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ നമ്മൾ ചെമ്പരത്തിപ്പൂവ്, മുല്ലപ്പൂവ്, ഈ സീഡുകളെല്ലാം അതിലിട്ട് ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് അങ്ങനെ ചൂടായാൽ മതി. അതിൽ കൂടുതൽ ചൂടാവണ്ട. കൂടുതൽ ചൂടായാൽ അതെല്ലാം വെന്ത് പോവും. അപ്പോൾ അതിൻ്റെ ഈ എഫക്റ്റ് നമുക്ക് കുറയും. അത് കാരണം അതൊന്ന് തിളച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടാകുമ്പോൾ ഇത് കുതിർന്നതിന് ശേഷം അത് അത്രയൊന്നും തിളയ്ക്കണ്ട. ഇരുമ്പ് ചട്ടി തന്നെ വെക്കണം. ഗ്യാസ് ഓഫ് ചെയ്ത് അത് ആറാൻ വെക്കുക. ആറിയതിന് ശേഷം മിക്സിയിൽ അടിക്കുക. നമ്മൾ അത് ആറിയതിന് ശേഷം അതൊരു പാത്രത്തിലാക്കി ഒന്നും കൂടി നല്ലതുപോലെ ആറാൻ വെക്കുക. എന്നിട്ട് നമ്മളൊരു മിക്സിയിൽ അടിച്ച് വെക്കുക. അടിച്ച് വെച്ച ഇൻഗ്രീഡിയൻസാണ് ഇതെല്ലാം. അപ്പോൾ അത് എടുത്തിട്ട് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻസ് ആദ്യമായിട്ട് നമ്മൾ തലയിൽ തേക്കുന്നത് എന്താണെന്ന് പറയാം. അത് എന്തൊക്കെ സാധനങ്ങളാണ് അതിന് തലയിൽ തേക്കുന്നത്. കറ്റാഴിപ്പോള 2ആയിട്ട് കീറി അതിൻ്റെ ജെല്ല് നമ്മളെടുത്ത് അടിച്ച് വയ്ക്കുക. കറ്റാഴിപ്പോള തലയ്ക്ക് നല്ലതാണ്. പല ഔഷധ ഗുണങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തലമുടിക്കും മുഖത്തിനും ശരീരത്തിനും ഒക്കെ തേക്കുന്നത് നല്ലതാണ്. ഉള്ളിയും അതുപോലെ തന്നെ, ഉള്ളി അടിച്ച് അതിൻ്റെ നീരെടുത്തിട്ട് വയ്ക്കുക. പിന്നെ മുട്ട അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് 3ഉം കൂടെ നമ്മൾ മിക്സാക്കി വയ്ക്കുക. ഇത് 3ഉം കൂടി എന്ന് പറഞ്ഞാൽ കറ്റാഴപ്പോളയും പിന്നെ ഉള്ളിയും മുട്ടയും, ഇത് 3ഉം കൂടിയാണ് പറയുന്നത്. 3ഉം കൂടി അടിച്ച് മിക്സാക്കി നല്ലപോലെ വെച്ചിരിക്കുന്നതാണ് 3ഉം കൂടി പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെ വൈറ്റമിൻസുകൾ അടങ്ങിയിരിക്കുന്നെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം അലോവേരയിൽ വന്നിട്ട് നോക്കാം. അതിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ എന്നിവ ഉള്ളത് കാരണം മുടിക്ക് നല്ല കട്ടിയും തിളക്കവും കിട്ടും. പിന്നെ പോളി ആസിഡ്, വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ളത് കാരണം മുടി നല്ല ശക്തിയും മുടി കൊഴിയുന്നതിനെയും തടയുന്നു. മുട്ടയുടെ മഞ്ഞ നല്ല പ്രോട്ടീൻ അടങ്ങിയത് കാരണം മുടി നല്ല തഴച്ച് നല്ല ആരോഗ്യമായിട്ട് വളരുവാനും സാധിക്കുന്നുണ്ട്. നല്ല ഹൈ റിച്ച് പ്രോട്ടീൻ ഉള്ളത് കാരണം മുടിക്ക് സോഫ്റ്റ്നെസ് കിട്ടുവാൻ സഹായിക്കുന്നുണ്ട്. ഉള്ളിനീർ തലയിൽ മസാജ് ചെയ്യുന്നത് കാരണം സ്കാൽപ്പിൽ പോയി താരൻ, ചൊറിച്ചിൽ, മുടി കൊഴിച്ചിൽ എന്നിവ നമുക്ക് പതുക്കെ അകറ്റാം. ആദ്യം നമ്മൾ അടിച്ചു വെച്ച മുട്ടയുടെ മഞ്ഞയും ഉള്ളിയും അൽവേരയും കൂടെ ചേർത്തത് ഫസ്റ്റിൽ നമ്മൾ അടിച്ചത് തലയിൽ തേക്കുക. 5 മിനിറ്റോ 10 മിനിറ്റ് നേരം തലയിൽ തേച്ചൊന്ന് മസാജ് ചെയ്ത് പിടിക്കട്ടെ. അതിന് ശേഷം വേണം നമ്മൾ ആ പാക്ക് ഉപയോഗിക്കാനായിട്ട് വേണ്ടിയത്. അത്രയും നേരം തലയിൽ അത് പിടിക്കണം. കഴിഞ്ഞാൽ കൈ കൊണ്ട് 4 ചുറ്റിനും മസാജ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം മസാജിന് ശേഷം ഈ പാക്ക് നമ്മൾ എടുത്ത് ഓരോ ഉരുളകളാക്കിയിട്ട് ലെയറായിട്ട് മുടിയെടുത്ത് മേളിലെല്ലാം തേക്കുക. മേളിൽ തേച്ച് കഴിഞ്ഞ് അത് ചുരുട്ടി നടുക്ക് കൊണ്ട കെട്ടുന്ന കണക്ക് വയ്ക്കുക.
നടുക്ക് കൊണ്ട കെട്ടുന്ന കണക്ക് വെച്ചതിന് ശേഷം ബാക്കിലും അതേപോലെ നിങ്ങൾക്ക് തേച്ചിട്ട് ആ മുടി ബാക്കിലുള്ള മുടികളെല്ലാം മുമ്പിലോട്ടെടുത്ത് ചുറ്റി ഇങ്ങനെ വെക്കണം. വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് ആ തലമുടി തീരുന്നത് വരെ ആ പാക്ക് കൊണ്ട് നമുക്ക് ആ വെള്ളത്തിൻ്റെ തണുപ്പും നമുക്കുള്ള തലയോട്ടിയിൽ നല്ല രീതിയിൽ പിടിക്കും. അപ്പം നമ്മൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്ന് ഇത് തലയിൽ വെച്ചിട്ട് താളിയോ പിന്നെ ചെമ്പരത്തി പൂവിൻ്റെ ഇലയുടെ താളിയോ മറ്റുള്ള താളികളോ ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ കുളിച്ച് ഫ്രഷ് ഉള്ളതേ ഉള്ളൂ. ഇപ്പം ഞാൻ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇല അരച്ച് വെച്ചു. ഞാൻ പാക്കിട്ട് കഴിഞ്ഞ് 2 മണിക്കൂറായി. അതിനുശേഷം നമ്മൾ കുളിക്കാം, ഷാമ്പു ഉപയോഗിച്ച് കുളിക്കുക. നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ.